വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് മോഡിഫിക്കേഷൻസ് ഓഫ് ഹൈഫേ, അതായത് മൈക്കോളജിയിൽ നമ്മൾ ഹൈഫേ എന്ന് പറയുന്ന ആ ഒരു ടേംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ഹൈഫേ എന്ന് പറയുന്നത് പലതരം ഫംഗസിൽ പല രീതിയിലാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ദ മൈസീലിയം എന്താണ് എന്ന് ചോദിച്ചാലും അതിൽ വരുന്ന ആൻസറാണ് ഈ ഒരു ക്ലാസ്സിലൂടെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. HSST ബോട്ടണി MSc BSc റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു ഈ ഒരു ചാനലിൽ ഇരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. മോഡിഫിക്കേഷൻസ് ഓഫ് ഹൈഫേ. സോ മെയിൻലി അവിടെ 7 ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് ആണ് ഉള്ളത്. അല്ലെങ്കിൽ മൈസീലിയം 3 രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലക്റ്റൻകൈമ, റൈസോമോർഫ്, സ്ക്ലെറോഷ്യം, സ്ട്രോമ, സ്യൂഡോസ്ക്ലെറോഷ്യം, അക്രസോറിയം, ഹോസ്റ്റോറിയം. ഈ 7 എണ്ണം എന്താണെന്നുള്ളതും വിത്ത് എക്സാമ്പിൾ വിത്ത് പിക്ചറാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലക്റ്റൻകൈമയാണ്. ഈ ഒരു പ്ലക്റ്റൻകൈമ ഒരു ജനറൽ ആയിട്ടുള്ള ടേമാണ്. അതായത് എല്ലാ ഫംഗൽ ഹൈഫയും ഈ ഒരു പ്ലക്റ്റൻകൈമ എന്ന് പറയുന്ന ഫോമിൽ കാണുന്നുണ്ടായിരിക്കും. സോ ഇതൊരു സ്യൂഡോ അല്ലെങ്കിൽ ഫോൾസ് ടിഷ്യൂ ആണ്. ഹൈഫേ കൂടിച്ചേർന്ന് നമ്മളൊരു ഫംഗസ് വളരുമ്പോൾ ഒരു കോളനി ആയിട്ട് കുറേ ആൾക്കാർ ഒരുമിച്ചിട്ടാണ് വളരുക. അപ്പോൾ ഓരോ ഹൈഫയും അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു ഫോൾസ് ടിഷ്യൂ ആയിട്ട് മാറും. വെൻ ഹൈഫേ ഗ്രൂ ടുഗദർ ദേ ഇന്റർട്വൈൻ ആൻഡ് ബിക്കം ഓർഗനൈസ്ഡ് ചെയ്തർ ലൂസ്ലി ഓർ കോമ്പാക്ട്ലി. ആ 2 ടേം അവിടെ പഠിക്കണം. ഈ ഹൈഫേ ഇന്റർവൈൻ ചെയ്യുമ്പോൾ അവ ലൂസ്ലി ആകാം, ചിലപ്പോൾ കോമ്പാക്ട്ലി ആകാം. അതിനാണ് പ്ലക്റ്റൻകൈമ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലക്റ്റൻകൈമ തന്നെ 2 രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പ്രോസൻകൈമ അല്ലെങ്കിൽ പ്രോസോ പ്ലക്റ്റൻകൈമ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത ആ വാക്ക് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഈ ഇന്റർവൂവൻ ചെയ്യുമ്പോൾ അവിടെ ലൂസ്ലി ആണ് ഇന്റർവൂവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പ്രോസൻകൈമ. അതായത് ഇത്തരം ആൾക്കാരിൽ ഇതൊരു ഹൈഫേ ആണെങ്കിൽ മെജോറിറ്റി നല്ല രീതിയിൽ ഇന്റർവൂവൻ ചെയ്തിട്ടില്ല, അത്യാവശ്യം പാരലലായിട്ടായിരിക്കും അവയുടെ ഹൈഫേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഹൈഫയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പ്രോസൻകൈമയുടെ പ്രത്യേകത. ദേ ഡിഡ് നോട്ട് ലോസ് ദർ ഐഡന്റിറ്റി, ദേ റൺ മോർ ഓർ ലെസ് പാരലൽ ടു വൺ അനദർ ആണ്. ഓക്കെ, കമ്പോസ്ഡ് ഓഫ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്യൂഡോ പാരൻകൈമ അല്ലെങ്കിൽ പാരാപ്ലക്റ്റൻകൈമ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഹയർ ഫംഗസിലാണ് കാണുന്നത്. ഫ്രക്ടിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഹൈഫേ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ക്ലംബ്. ഇതാണ് ഒന്നാമത്തെ ഹൈഫ, ഇത് രണ്ടാമത്തെ ഹൈഫേ, അങ്ങനെ കൂടി ചേർന്ന ഒരു കോമ്പാക്റ്റ് മാസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ഹൈഫയുടെ ഇൻഡിവിജ്വാലിറ്റി ലോസ് ആയിരിക്കും, അവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ പ്ലക്റ്റൻകൈമ. ദെൻ സെക്കൻഡ് വൺ റൈസോമോർഫ് ആണ്. ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നതാണ് റൈസോമോർഫ്. റൈസോമോർഫ് എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള സ്ട്രാൻഡ് ആണ്, റൂട്ട് പോലെയുള്ള കുറേ അഗ്രിഗേഷൻസ് ആണ് റൈസോമോർഫ് എന്ന് പറയുന്നത്. ഇവിടെയും ഈ ഒരു ഓരോ ഹൈഫയുടെയും ഐഡന്റിറ്റി അവിടെ ലോസ് ആയിട്ടുള്ളത്. അതായത് ഇവിടെ കുറേ ആൾക്കാർ കുറേ ഹൈഫെ വേര് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ എവിടെ നിന്നാണ്, ഇതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി എവിടെ നിന്നാണ് നമുക്ക് തിരിയില്ല അല്ലേ. അവിടെ ഐഡന്റിറ്റി ഇല്ല. അവ ഒരു മാസമായിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത്തരം ആൾക്കാർക്ക് ഇൻഫെക്ഷൻ കപ്പാസിറ്റി നോർമൽ ആയിട്ടുള്ള ഹൈഫൈൻ ഇൻഡിവിജ്വൽ ഹൈഫൈനേക്കാളും കൂടുതലാണെന്നാണ് പറയുക. അപ്പോൾ കാണുന്ന ഒരു സ്പീഷീസ് ആർമിലേറി എല്ലാം മെല്ലെയാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും ഓരോ മോഡിഫിക്കേഷനും കാണുന്ന എക്സാമ്പിൾസും കൂടി ഓരോന്നെങ്കിലും അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്ക്ലെറോഷ്യം അല്ലെങ്കിൽ സിംഗിളായിട്ട് പ്ലൂറലായിട്ട് സ്ക്ലെറോഷ്യ എന്ന് പറയുന്നുണ്ടാവുക. സോ ഇവ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നത് ക്ലാവിസെപ്സ് പർപ്പൂറിയ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. മെയിൻലി പാരസൈറ്റ് ആയിട്ട് വളർന്ന ആൾക്കാർക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതൊരു സ്യൂഡോ പാരൻകൈമയാണ്. അണ്ടർലൈൻ ചെയ്ത വാക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. സ്യൂഡോ പാരൻകൈമ അവയിൽ എന്തായിരിക്കും, തിക്കായിട്ടുള്ള സെല്ലുകളായിരിക്കും. യൂഷ്വലി ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ഒരു ക്രസ്റ്റ് പോലെ ഒരു പുറ്റ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു കുഷൻ ഷേപ്പായിട്ടും ചിലപ്പോൾ റെസ്റ്റിൻ ബോഡീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവ ഹൈലി തിക്കായത് കൊണ്ട് തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈം സർവൈവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു സ്ക്ലെറോഷ്യം എന്ന് പറയുന്ന ഹൈഫയുള്ള ആൾക്കാർ. അപ്പോൾ യൂഷ്വലി ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഹയർ ഹൈഫയും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാർ നമ്മൾ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ക്ലാവിസെപ്സ് പർപ്പൂറിയ. ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ഗ്രാസിൽ ഫാമിലിയിൽ വരുന്ന ഈ ഒരു ചെടിയിൽ വളരുന്ന ആൾക്കാരാണ്. ചെടിയിൽ കാണുന്ന ഫംഗസ് ആണ് ക്ലാവിസെപ്സ് പർപ്പൂറിയ. പിന്നെ റൈസെക്ടോണിയ സൊളാനി, മാക്രോഫോണിയ ഫാസിയോളി, ഈ 3 ആൾക്കാരും സ്ക്ലെറോഷ്യം കാണുന്നുണ്ട്.
നെക്സ്റ്റ് വൺ ആണ് സ്ട്രൊമാറ്റ എന്ന് പറയുന്നത്. സ്ട്രൊമാറ്റ എന്ന് പറയുന്നത് എനി ഫംഗൽ ടിഷ്യൂ ദാറ്റ് ഫോം റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഏത് ഫംഗസ് ടിഷ്യൂവിനെയും നമ്മൾ സ്ട്രൊമാറ്റ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു മാട്രസസ് പോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതിൽ എക്സാമ്പിൾ ഡാൽഡീനിയ സ്പീഷീസ് ആണ് പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അഞ്ചാമത്തെ ആൾക്കാർ സ്യൂഡോസ്ക്ലെറോഷ്യം എന്ന് പറയും. ഓക്കെ, നേരത്തെ എടുത്ത ആ ഒരു സ്ക്ലെറോഷ്യത്തിന്റെ സ്യൂഡോ ആണ്. ശരിക്കുമുള്ള സ്ക്ലെറോഷ്യ പക്ഷേങ്കിൽ സ്ക്ലെറോഷ്യ പോലെയുള്ള ആൾക്കാരാണ്. ഓക്കെ, formed at the base of various fruiting bodies of the hair fungus. അതായത് ഹെയർ ഫംഗസിന്റെ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ബേസിൽ വളരുന്ന ആ ഒരു സ്ട്രക്ചർ അതാണ് സ്ക്ലെറോഷ്യ പോലെ ഉണ്ടായിരിക്കും. പോളിപോറസ് ബെസിലാപിലോയിഡ്സ് ആണ് ഇതിന് എക്സാമ്പിൾ വരുന്നത്. ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന ആൾക്കാരാണത്. പിന്നെ ആറാമത്തതാണ് അപ്രൈസോറിയം. ഇതിൽ അപ്രൈസോറിയം ഹോസ്റ്റോറിയം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്റ്റോറിയം അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. വിത്ത് പിക്ചർ അപ്രൈസോറിയം എന്നിട്ട് പറയുന്നതായിരിക്കും. These are the common in parasitic fungus. അത് പാരാസിറ്റിക് ആയിട്ടുള്ള ഫംഗസിലാണ് മെയിൻലി, അല്ലെങ്കിൽ എക്ടോപാരസൈറ്റ് പ്ലാന്റിന്റെ പുറത്തുള്ള പാരസൈറ്റ് ആയിരിക്കും അപ്രസോറിയം മെയിൻലി ഉണ്ടാക്കുക. അപ്രസോറിയം എന്ന് പറയുന്ന ഒരു ടെർമിനൽ സിമ്പിൾ ലോബ്ഡ് സ്വോളൻ സ്ട്രക്ചർ ആണ് ഓഫ് ജേം ട്യൂബ്. അതായത് ഒരു ഹൈഫേ, ഒരു പ്ലാന്റിനകത്ത് വന്നൊരു ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്താൽ ആ ഫംഗസ് ആ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് ഹൈഫേ വളരണമെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് അതിന്റെ ജേം ട്യൂബിൽ ഒരു സ്വോളൻ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിക്ചർ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ വരക്കുന്നുണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ ആ ഒരു സർഫേസിൽ അതർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും പെനിട്രേഷന്റെ ആ ഒരു ഇനീഷ്യേഷന് വേണ്ടിയിട്ടാണ് അപ്രസോറിയം ഉണ്ടാക്കുന്നത്. മെയിൻലി പാരസിറ്റിക് അല്ലെങ്കിൽ ഓർഡർ എറിസിഫെയ്ൽസ് എന്ന് പറയുന്ന പ്ലാന്റ്സിലൊക്കെ വരുന്ന അത്തരം ഫംഗസിലാണ് അപ്രസോറിയം ഒക്കെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വൺ ആണ് ഹോസ്റ്റോറിയം എന്ന് പറയുന്നത്. ഹോസ്റ്റോറിയം മോസ്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻട്രാസെല്ലുലാർ, ഉള്ളിലേക്കാണ്. ഒബ്ലിഗേറ്റ്, ഉള്ളിൽ വളരുന്ന പാരസൈറ്റ്സ് ആണ് ഹോസ്റ്റോറിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്രസോറിയം എക്സ്ട്രാ സെല്ലുലാർ ആണ്. എക്ടോ പാരസൈറ്റ്സ് ആണ്. ഹോസ്റ്റോറിയം എന്ന് പറയുന്നത് ഇൻട്രാസെല്ലുലാർ മൈസീലിയം ഫൗണ്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് പറഞ്ഞു. ദേ വേരി ഇൻ ഷേപ്പ് ആൻഡ് മേ നോബ് ഷേപ്ഡ് ഓർ ബ്രാഞ്ച്ഡ്. പല ഷേപ്പിൽ അവ കാണുന്നുണ്ട്. So they secrete certain specific enzyme which hydrolyzes the proteins and the carbohydrate of the host cell, and thus they absorb nutrients from the host without killing it. അതായത് ആദ്യം മുകളിൽ നമ്മൾ ഒരു പ്ലാന്റിന്റെ എപ്പിത്തീലിയം ആണെന്ന് വിചാരിക്കുക. അവിടെ വേറൊരു കളർ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആര് വരികയാണ്? ഒരു ഫംഗസ് വരികയാണ്. ഇതാണ് ഫംഗസിന്റെ ജേം ട്യൂബ് ആണ്. ആ ജേം ട്യൂബ് ആദ്യം എന്ത് ചെയ്യും? ജെർമിനേഷൻ നടന്നിട്ട് ഒരു സ്വോളൻ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. സോ ഈ സ്വോളൻ സ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ അപ്രസോറിയം എന്ന് പറയുന്നത്. ഈ അപ്രസോറിയം ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളിലേക്ക് വളരുന്ന ഫംഗസ് ആണെങ്കിൽ ചില എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഹൈഡ്രോളിസിസ് ഒക്കെ നടത്തി ഉള്ളിലെത്തി കഴിഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ റീജിയനിൽ ഒരു സ്വോളൻ ഉണ്ടാക്കും. പല ഷേപ്പിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ആ ഉള്ളിലെത്തി കഴിഞ്ഞ് ഇൻട്രാസെല്ലുലാർ റീജിയനിലൂടെ അവ വളർന്ന് ഹോസ്റ്റോറിയൽ മദർ സെല്ലാണ്. നമ്മളിവിടെ ഒരു വേറെ കളറിൽ കൊടുത്തു. ഇവിടെ കുറേ സെല്ലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഒരു സെല്ലെങ്കിൽ ആ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്റ്റോറിയം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഷേപ്പിൽ വേറൊരു ഷേപ്പായിട്ട് ഇങ്ങനെ വളരും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഹോസ്റ്റോറിയം എന്ന് പറയുന്നത്. ഇൻട്രാസെല്ലുലാർ റീജിയൻ വഴി സെല്ലിൻ്റെ ഉള്ളിലെത്തി അവിടെ ഉണ്ടാക്കുന്ന ഒരു പല ഷേപ്പുള്ള സ്ട്രക്ചറാണ് ഹോസ്റ്റോറിയം എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.